പ്രിയപ്പെട്ടവരെ, വയനാട്ടിലേക്കൊന്ന് പോകാം. വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണാ കേസിൽ പ്രതികളായതോടെ നേതാക്കൾ ഒളിവിലെന്നു സൂചന. IC ബാലകൃഷ്ണൻ MLA, DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, KK ഗോപിനാഥൻ തുടങ്ങിയവർ രഹസ്യ കേന്ദ്രത്തിലാണ്. മൂവരുടെയും ഫോണുകൾ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. പ്രതികളായ 3 പേരും ജാമ്യാപേക്ഷയും സമർപ്പിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി റഹീസ് ചേരുന്നു. റഹീസ്, ഈ കോൺഗ്രസിലെ വയനാട്ടിലെ നേതൃത്വം ഒന്നാകെ ഒളിവിൽ പോയിരിക്കുകയാണോ? അസാധാരണമായൊരു സ്ഥിതിവിശേഷമാണല്ലോ റഹീസ്. തീർച്ചയായും ഇന്നലെ തിരുവനന്തപുരത്ത് ഇതിലെ പ്രധാനപ്പെട്ട 2 പ്രതികളായ ബത്തേരി MLA IC ബാലകൃഷ്ണനും DCC പ്രസിഡന്റ് ND അപ്പച്ചനും ഉണ്ടായിരുന്നു. ND അപ്പച്ചൻ രാവിലെ മാധ്യമങ്ങളെ കാണുകയും ചെയ്തു. അതിനുശേഷം KPCC പ്രസിഡന്റ് K സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി. ആ സമയത്ത് അവിടെ മുതിർന്ന നേതാക്കളും ഉണ്ടായിരുന്നു. ആ ആശയവിനിമയത്തിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ ഉടൻ സമർപ്പിക്കാനും ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ മാറി നിൽക്കാനുമുള്ള ഒരു തീരുമാനം, KPCC തീരുമാനം ഇരുവരെയും അറിയിച്ചത്. IC ബാലകൃഷ്ണൻ ആ സമയത്ത് KPCC ഓഫീസിലേക്ക് വരാൻ വേണ്ടി MLA ഹോസ്റ്റലിൽ നിന്ന് പുറപ്പെടാൻ ഒരുങ്ങുകയായിരുന്നു. ആ സമയത്താണ് മാറി നിൽക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയത്. അതോടുകൂടി IC ബാലകൃഷ്ണൻ പിന്നെ വരികയും ചെയ്തിട്ടില്ല. പോലീസുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്താണ് അവരുടെ അടുത്ത മൂവ് എന്ന് അന്വേഷിച്ചിരുന്നു. അല്പസമയം മുമ്പ് പോലീസിലെ ഈ കേസ് അന്വേഷിക്കുന്ന അല്ലെങ്കിൽ ഇതിന് നേതൃത്വം നൽകുന്ന സുൽത്താൻ ബത്തേരി DYSP ആയ KK അബ്ദുൽ ഷെരീഫുമായി ഞാൻ സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉടൻ അറസ്റ്റിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം പോലീസ് എടുത്തിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി വരുന്നത് വരെ കാത്തു നിൽക്കാനാണ് മുകളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം. അതുകൊണ്ട് അറസ്റ്റ് നടപടികളിലേക്ക് ഉടൻ കടക്കുന്നില്ല എന്നാണ് പോലീസ് പറഞ്ഞത്. സ്വാഭാവികമായും പോലീസ് അങ്ങനെ പറഞ്ഞത് അതേപടി നമ്മൾ വിശ്വസിക്കേണ്ടതില്ല. കാരണം അറസ്റ്റിലേക്ക് കടക്കുന്നു എന്ന ഒരു നീക്കമുണ്ടെങ്കിൽ ഒളിവിൽ കഴിയുന്ന ആളുകൾ പിടിക്കപ്പെടാതിരിക്കാനുള്ള മറ്റു നീക്കങ്ങൾ കൂടി നടത്താനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥനും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വിധി വരുന്നത് വരെ 3 പേരും രഹസ്യ കേന്ദ്രത്തിൽ തന്നെ ഇരിക്കാനാണ് സാധ്യത. അരുൺ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വയനാട്ടിൽ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം ഒന്നാകെ ഒളിവിൽ പോയിരിക്കുന്നു എന്നുള്ളത് അസാധാരണമായൊരു സാഹചര്യമാണ്. DCC പ്രസിഡന്റ് ND അപ്പച്ചനെ ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതേപോലെ ശ്രീ KK ഗോപിനാഥനെയും ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല. MLA IC ബാലകൃഷ്ണനെയും ഫോൺ വിളിച്ച് കിട്ടുന്നില്ല എന്നതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നൊരു സാഹചര്യം. ഒരുപക്ഷെ അല്പസമയത്തിനുള്ളിൽ ഈ സ്ഥിതിവിശേഷം മാറിയേക്കാം. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു ഭയം കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അറസ്റ്റ് ചെയ്താൽ വീണ്ടും അത് വാർത്താ കേന്ദ്രങ്ങളിൽ നിറഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുമുണ്ടല്ലോ. അപ്പോൾ അതിനു മുൻപ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഇവർ കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി ഉത്തരവ് വരുന്നതുവരെ എന്തായാലും തൽക്കാലം മാറി നിൽക്കാനായിരിക്കാം ഒരുപക്ഷെ പാർട്ടി അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക.